ഫ്രണ്ട്സേ, നമസ്കാരം. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ പേര് മിലോഷ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേര് നിങ്ങൾക്കറിയാമോ കൂട്ടുകാരെ? ആ കഥയുടെ പേര് സൂത്രശാലിയായ കുരങ്ങൻ. അപ്പോൾ ഈ കഥയിട്ടാണ് കൂട്ടുകാരൻ. പണ്ട് പണ്ട് പാലക്കാട് എന്ന് പറഞ്ഞൊരു കാട്. ആ കാടിന്റെ അടുത്ത് ഒരു വലിയ പുഴയുണ്ടായിരുന്നു. ആ പുഴയുടെ അടുത്ത് ഒരു വലിയ മരവും. മരത്തിൽ 2 ആൾക്കാരുണ്ടായിരുന്നു. 2 ആൾക്കാർ ആരാന്നറിയാമോ? ആ ഒരു കുരങ്ങച്ചാനും ഒരു അണ്ണാനും. അവർ മഹാസുഹൃത്തുക്കളായിരുന്നു. പക്ഷേ ഒരു ദിവസം അണ്ണാൻ പറഞ്ഞു, പുഴയിൽ കിടക്കുന്ന മുതലേ ഒരിക്കലും വിശ്വസിച്ചില്ല. അവൻ മഹാചകിയനാണ്. അവന് ഒരിക്കലും വിശ്വസിച്ചില്ല പറഞ്ഞ് അണ്ണാൻ പോയി. അപ്പോൾ പോലെയെന്ന് മുതലിറങ്ങി വന്നിട്ട് ചോദിച്ചു, എടായി തിരിച്ചിരി മാമ്പഴങ്ങൾ തരാമോ മരത്തിൽ നിന്ന്? അത് കേട്ട് കുരങ്ങച്ചാൻ പറഞ്ഞു, ആ ശരി, ഞാൻ തരാം. എന്നിട്ട് പറച്ച് താഴോട്ട് എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് കൊടുത്തു. അത് കഴിഞ്ഞപ്പോ നല്ല രുചി. അപ്പോൾ പറഞ്ഞു, ഇച്ചിരിയും കൂടെ തരാവോ, എന്നെ ഭാരിച്ചു കൊടുക്കാനാണ്. എന്നിട്ടായി മാമരങ്ങൾ കൊണ്ടുപോയി മുതലച്ചാന്റെ ഭാരിച്ചു കൊടുത്തു. അപ്പോൾ ഭാര്യ പറഞ്ഞു, നല്ല രുചി ഉണ്ടല്ലേ? അപ്പോൾ എല്ലാ ദിവസവും കഴിക്കുന്ന കുരങ്ങൻചാന്റെ ഹൃദയത്തിന് എന്തൊരു രുചിയായിരിക്കും. എനിക്ക് അവന്റെ ഹൃദയം വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അങ്ങനെ അടുത്ത ദിവസമായപ്പോൾ ഭാര്യയുടെ ആഗ്രഹം നടത്താൻ നോക്ക് മുതലച്ചാൻ കുരങ്ങിന്റെ അടുത്ത് പോയി ചോദിച്ചു, ഏടാ അപ്പത്തിന് കാടുണ്ട? കാട് കാണാൻ നല്ല രസ. പിന്നെ അവിടെയില്ലേ 10 നിധികളുണ്ടെന്നാ എല്ലാരും പറയുന്നേ. അപ്പോൾ അങ്ങോട്ട് പോവാം. അപ്പൊ സന്തോഷത്തോടെ മരത്തിൽ നിന്ന് കുരങ്ങൻ ഇറങ്ങി വന്ന് മുതലച്ചാന്റെ അടുത്ത് വന്നു. വാ കേറി ഇരിച്ചെന്ന് പറഞ്ഞ് അവരെ കാട്ടിലോട്ട് പോകാതെ പറഞ്ഞു. അപ്പൊ കുറച്ചു ദൂരത്തേക്കും സോറി നീ ഇരിക്കും, ഒത്തിരി മാമ്പഴങ്ങളൊക്കെ തന്നു. പക്ഷേ ഞാൻ ഒരിക്കലും എന്റെ ഭാര്യയുടെ ആഗ്രഹം നടക്കാതിരുന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഓർത്തു ഭാര്യയുടെ ആഗ്രഹം നടക്കുന്ന ആഗ്രഹം നിന്നെ കഴിക്കണമെന്ന്. അവിടെ വെള്ളമൊക്കെ ചൂടാക്കി വെച്ച് കാണും. അയ്യോ സോറി കേട്ടോ, ഞാൻ നിന്റെ ഭാര്യനെ ഭക്ഷിക്കുന്നതിൽ എനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ എന്റെ ഹൃദയം ഞാൻ മരത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ മുതല മരത്തിന്റെ അടുത്തോട്ട് പോയപ്പോഴേക്കും കുരങ്ങൻ പെട്ടെന്ന് ഓടി മരത്തിൽ കയറി. എന്നിട്ട് പറഞ്ഞു, അമ്മണ്ട ആർക്കെങ്കിലും ഹൃദയം മരത്തിൽ വെച്ചിട്ട് പോകാൻ കഴിയുമ്പോ ഹൃദയം നമ്മളെ അകത്തല്ലേ? അപ്പോൾ കഥയുടെ